ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് റോബോട്ട് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 15 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് കിം നേരെ വീട്ടിലേക്ക് വരുമ്പോൾ കിമ്മിനെ വരവേറ്റുകൊണ്ട് ചെറിയ കുട്ടി റോബോട്ട് അവിടെ നിൽക്കുന്നതായിരുന്നു. അങ്ങനെ കിം നേരെ കിച്ചണിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ സയൻറ്റിസ്റ്റും അസിസ്റ്റൻറ്റും പിന്നെ ജിയയും പാചകം ചെയ്യുന്നതാണ് കിം കാണുന്നത്. അങ്ങനെ കിം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവർ കിമ്മിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പാർട്ടിയായി ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി തരുകയാണ് എന്നെല്ലാം ജിയയും അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിമ്മിന് കൊടുത്ത് അവർ കിമ്മിനോട് കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അവരുണ്ടാക്കിയ ഭക്ഷണം ജിയ പറയുന്നുണ്ട് നല്ല ടേസ്റ്റായിരിക്കും എന്നെല്ലാം പറഞ്ഞ് കിമ്മിനെ കൊണ്ട് ജിയ കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അസിസ്റ്റൻറ്റ് കിമ്മിൻ്റെ റൂമിൽ കിടക്കുമ്പോൾ അവിടേക്ക് പോയ കിം അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവർ AJ3 എന്നായിരുന്നു പറയുന്നത്. അത് കേട്ട് ഒരുപാട് വിഷമമായിരുന്നു കിമ്മിന് തോന്നുന്നത്. അങ്ങനെ കിം സങ്കടത്തോടെ നേരെ വരുന്നത് ജിയയുടെ അടുത്തേക്കായിരുന്നു. ജിയയുടെ മുറിഞ്ഞ കയ്യിൽ അവൻ പിടിച്ച് തലോടുന്നെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട ജിയ നേരെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അപ്പോൾ കിം പറയുന്നുണ്ട്, എനിക്ക് ഒരു ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് എന്നെല്ലാം കിം ജിയോട് പറയുന്നുണ്ട്. അങ്ങനെ ജിയ നേരെ കിമ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കിമ്മിനോട് ജിയ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് AJ3യെ നമുക്ക് തിരിച്ച് ലഭിക്കാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും AJ3യെ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എന്നെല്ലാം ജിയ കിമ്മിനോട് പറഞ്ഞ് കിമ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് കിമ്മിൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്. മെസ്സേജ് കണ്ട കിം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കിമ്മിന് യൂച്ചോളിൻ്റെ അച്ഛനെ ഓഫീസിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു വഴിയായിരുന്നു ലഭിച്ചത്. ജിയോട് പറയുന്നുണ്ട്, നാളെ എനിക്ക് ഒരു വഴി കൂടി കിട്ടിയിട്ടുണ്ട് റോബോട്ടിനെ തിരിച്ചു കിട്ടാൻ. ഇതും കൂടി നടന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇനി റോബോട്ടിനെ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നെല്ലാം ജിയോട് പറയുമ്പോൾ ജിയ നല്ല ആശ്വാസവും ഉറപ്പുമെല്ലാം കിമ്മിന് നൽകുന്നുണ്ട്. കിമ്മ നേരെ മെസ്സേജ് അയച്ച ആളെ കാണാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് തെളിവുകളെല്ലാം അവർ കിമ്മിന് നൽകുന്നുമുണ്ട്. അങ്ങനെ ഈ തെളിവെല്ലാം കിട്ടിയെന്ന് കിം നേരെ ജിയുടെ ചേട്ടനെ വിളിച്ച് അറിയിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി തെളിവിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിയൻ്റെ ചേട്ടൻ അവിടേക്ക് ശ്രദ്ധിക്കുന്നത്. ജിയുടെ ചേട്ടൻ നോക്കുമ്പോൾ കിമ്മിൻ്റെ കാറിലുണ്ടായിരുന്നത് ജിയ ആയിരുന്നു. ജിയ നേരെ ജിയുടെ ചേട്ടനെയും നോക്കുന്നുണ്ട്. അങ്ങനെ യൂച്ചോളിൻ്റെ അച്ഛനാണെങ്കിൽ ആ AJ3യെ വിൽക്കാനുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് കിം അവിടേക്ക് വരുന്നത്. എന്നിട്ട് കിം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ സൈനിങ് ഒന്നും നടക്കില്ല, കാരണം നിങ്ങളുടെ പേരുള്ള കേസ് ഞാൻ ഇപ്പോൾ വീണ്ടും അതിൻ്റെ തെളിവെല്ലാം സ്വീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് യൂച്ചോളിൻ്റെ അച്ഛനോട് കിം. അപ്പോഴാണ് അവിടേക്ക് നേരെ പോലീസും വരുന്നത് യൂച്ചോളിൻ്റെ അച്ഛനെ പിടിക്കാനായി. യൂച്ചോളിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ പേരിലുള്ള കേസ് എന്നെല്ലാം ചോദിച്ച് അലറുന്നുണ്ടെങ്കിലും പോലീസ് പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുപോകാനായി വന്നതാണ്, നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് നേരെയുള്ള കേസ്. അതെല്ലാം പറഞ്ഞ് അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പോയപ്പോൾ കിം നേരെ ചിരിച്ചുകൊണ്ട് ജിയക്കൊരു തംസപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. ജിയ നേരെ ചിരിച്ച് കിമ്മിനും തംസപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. അതേസമയം യൂച്ചോളിൻ്റെ കമ്പനിയിലിരുന്ന റോബോട്ടിൻ്റെ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ റോബോട്ടില്ലാതെ കാണുന്ന ആൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് യൂച്ചോളിൻ്റെ അച്ഛൻ്റെ സെക്രട്ടറി ആയ ഒരാൾ ഫോൺ വരുന്നത്. അങ്ങനെ ഫോൺ എടുത്ത് അയാൾ പറയുന്നുണ്ട്, ഓ റോബോട്ടിനെ കാണുന്നില്ലേ? അങ്ങനെ ഉറക്കനെ പറയുമ്പോഴാണ് അവിടെ ഇരുന്ന് കിമ്മും പിന്നെ ബാക്കി എല്ലാവരും കേൾക്കുന്നത്. അതെല്ലാം കേട്ട് കിം ഒരുപാട് ടെൻഷനിലായിരുന്നു റോബോട്ടിനെ കാണാതായതിൽ. അതേസമയം റോബോട്ട് റോട്ടിലിറങ്ങി നടക്കുകയാണ്. റോബോട്ടിനെ കണ്ട ആളുകളെല്ലാം ഈ പെൺകുട്ടി ഇത്ര ചെറിയ ഡ്രസ്സിട്ട് തണുപ്പത്ത് എങ്ങോട്ടാണ് ഇറങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതൊരു റോബോട്ടാണെന്ന്. അങ്ങനെ
സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് CCTV എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർ കാണുന്നത് റോബോട്ടിനെ ആരും പിടിച്ചു കൊണ്ടുപോയതല്ല, റോബോട്ട് തനിയെ ഇറങ്ങി നടക്കുന്നതാണ് എന്നെല്ലാം അസിസ്റ്റൻ്റ് അറിയുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരെയും വിളിച്ച് അതെല്ലാം അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും റോബോട്ടിനെ തിരയാൻ വേണ്ടി അസിസ്റ്റൻറ്റും ലേഡി അസിസ്റ്റൻറ്റും പിന്നെ കിമ്മും ജിയും കൂടി തപ്പിയിറങ്ങുന്നുണ്ട്. അതേസമയം റോബോട്ടാണെങ്കിൽ നേരെ ഒരു കള്ളുകുടിയൻ്റെ അടുത്തുപോയി ഇരിക്കുന്നുണ്ട്. പക്ഷേ റോബോട്ടിനറിയില്ലായിരുന്നു അതൊന്നും. ആ കള്ളുകുടിയനാണെങ്കിൽ റോബോട്ടിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ ഭയമൊന്നുമില്ലേ? അപ്പോൾ റോബോട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തിനു ഭയം എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കള്ളുകുടിയൻ ചോദിക്കുന്നുണ്ട് റോബോട്ടിനോട്, നിനക്ക് പോയി താമസിക്കാനായി വീടൊന്നുമില്ലേ? നിനക്ക് എൻ്റെ അതേ അവസ്ഥയാണോ? അപ്പോൾ റോബോട്ട് തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് വീടുണ്ട്, ആളുകളുണ്ട്, പക്ഷേ എനിക്ക് പോകണ്ട, സ്ഥലം അറിയില്ല എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ AJ3 നേരെ നടന്നുപോയി കിമ്മിനെ പറ്റി അറിയാവുന്നത് കൊണ്ട് KM ഫിനാൻഷ്യൽ എവിടെയാണ് എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ യൂച്ചോൾ പറഞ്ഞയച്ച ആളാണെങ്കിൽ റോബോട്ടിനെ കണ്ട് റോബോട്ട് എന്താണ് ചെക്ക് ചെയ്തതെന്ന് എന്നെല്ലാം അന്വേഷിച്ച് റോബോട്ടിൻ്റെ പുറകെ പോകുന്നുമുണ്ട്. പക്ഷേ അവർ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും റോബോട്ട് നേരെ ഒരു ബസ്സിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ റോബോട്ട് ബസ്സിൽ കയറി പോകുന്നതെല്ലാം ജിയുടെ ചേട്ടനായ കിമ്മിൻ്റെ സെക്രട്ടറി കാണുന്നുണ്ട്. ബസ് ഇറങ്ങി നേരെ പോകുന്ന AJ3യെ കണ്ടുമുട്ടുന്നുണ്ട്. നേരത്തെ യൂച്ചോൾ അതിനെ അന്വേഷിക്കാൻ പറഞ്ഞ 2 ആളുകൾ. അങ്ങനെ ആ 2 ആളുകൾ നേരെ AJ3യെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലാക്കി തരാം എന്നെല്ലാം പറഞ്ഞ് അവരുടെ കാറിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ അതേ സമയം നോക്കി പോലീസ് വന്ന് റോബോട്ടിനെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നേരത്തെ റോബോട്ടിനെ വാങ്ങാനായ ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൃത്യസമയം സയൻറ്റിസ്റ്റും അവരുടെ അസിസ്റ്റൻറ്റും നേരെ വരുന്നുണ്ട്. എന്നിട്ട് AJ3യെ കാണുന്നുമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ കിമ്മും ജിയയും കിമ്മിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ജിയ, ഇനി മതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ കിം പറയുന്നുണ്ട്, ഇതൊരു വീടല്ലേ, നിനക്ക് ഇവിടെ നിന്നൂടെ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ജിയയെ കിം അവിടെ നിർത്താൻ നോക്കുമ്പോഴും ജിയ പറയുന്നുണ്ട്, ആണോ, ഇതെൻ്റെ വീടല്ലല്ലോ, ഞാൻ പോയി എൻ്റെ വീട്ടിൽ പോയി കിടക്കട്ടെ, ഇത് എൻ്റെ വീടായിട്ട് വരാം എന്നെല്ലാം പറഞ്ഞ് അവർ കൊച്ചു തമാശകളെല്ലാം പറഞ്ഞ് അവിടെ 2 പേരും കൂടി കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ യൂച്ചോളിൻ്റെ അച്ഛനെ കാണാനായി അവരുടെ സെക്രട്ടറി വരുന്നുണ്ട്. അങ്ങനെ സെക്രട്ടറിയോട് പറയുന്നുണ്ട്, റേയുടെ അച്ഛനോട് പറയണം കിമ്മിൻ്റെ അവസ്ഥ വെളിപ്പെടുത്താൻ, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ. അങ്ങനെ എല്ലാം സെക്രട്ടറിക്ക് യൂച്ചോളിൻ്റെ അച്ഛൻ പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ നേരെ വന്ന് റേയുടെ അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും കൂടി കിമ്മിൻ്റെ അസുഖം പുറത്തെല്ലാം അറിയിക്കും, അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്നെല്ലാം പറഞ്ഞ് തിരിയുമ്പോഴാണ് അവിടെ റേ നിൽക്കുന്നത് അച്ഛൻ കാണുന്നത്. അങ്ങനെ റേ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കിമ്മിന് എന്താണ് അസുഖം, അത് വെളിപ്പെടുത്തരുത് എന്നെല്ലാം പറയുന്നുണ്ട്. അച്ഛൻ ഇതാണ് അസുഖം എന്നെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് ആ കമ്പനി കിട്ടുള്ളൂ. അങ്ങനെയെല്ലാം പറയുമ്പോഴും റേ പറയുന്നുണ്ട്, അച്ഛൻ കണ്ണിച്ചോരയില്ലാത്ത പോലെ പെരുമാറരുത്, എല്ലാവരെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്നെല്ലാം റേ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അച്ഛൻ യാതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതെല്ലാം അറിഞ്ഞ റേ നേരെ യൂച്ചോളിനെ വിളിച്ച് കിമ്മിനെ പറ്റിയെല്ലാം യൂച്ചോളിനോട് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് യൂച്ചോൾ നേരെ ഓഫീസിലേക്ക് വന്ന് കിമ്മിൻ്റെ അന്ന് അസുഖമായി കിടക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടു നോക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അവന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ പിറ്റേന്നായപ്പോൾ നേരെ സുന്നിൻ്റെ ഷോപ്പിലിരുന്ന അസിസ്റ്റൻറ്റുകളുടെ അടുത്തേക്ക് മുടിയെല്ലാം സ്ട്രെയിറ്റ് ചെയ്ത് കണ്ണടയെല്ലാം മാറ്റിക്കൊണ്ട് അവിടേക്ക് ലേഡി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അവളെ കണ്ട് അവരെല്ലാവരും ഒരുപാട് ഷോക്കുമാവുന്നുണ്ട്. പക്ഷെ അവിടേക്ക് നേരെ കയറി വന്ന സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവളോട് അവളെ മാറ്റത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അവിടെ ഇരുന്ന് അസിസ്റ്റൻറ്റുകൾ അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും സയൻറ്റിസ്റ്റ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ അവർ 2 പേരും കൂടി പുറത്തെല്ലാം പോകുന്നുണ്ട്. അപ്പോഴാണ് സയൻറ്റിസ്റ്റ് അവരെല്ലാവരും പോയതിന് ശേഷമാണ് ലേഡി അസിസ്റ്റൻറ്റിനോട് നിന്റെ മാറ്റത്തെ പറ്റിയെല്ലാം വർണ്ണിക്കുന്നത്.
അതേസമയം കിം ആണെങ്കിൽ യൂജോളിൻ്റെ അച്ഛൻ കിമ്മിൻ്റെ അസുഖം എല്ലാവരെയും പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കാരണം കിം നേരെ ഒരു പ്രസ് മീറ്റെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് മനുഷ്യനെ തൊട്ടാൽ ഉണ്ടാകുന്ന അലർജിയുണ്ട്, പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുമുണ്ട് എന്നെല്ലാം കിം എല്ലാവരും കൂടി തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 15th എപ്പിസോഡ് ഇവിടെ തീരുന്നത്. ഈ ഡ്രാമ തീരാനായി ഇനി ആകെപ്പാടെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഉള്ളത്.